ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നവരിൽ നിന്നും ഓൺലൈൻ ബുക്കിംഗിന്റെ പേരിൽ തുക ഈടാക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മനുഷ്യാവകാശ സംരക്ഷണ സംഘടന രംഗത്ത്. HRPM ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഷൺമുഖൻ മായന്നൂർ, അജീഷ് ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിൽ അധികൃതർക്ക് പരാതി നൽകി. സർക്കാർ സംവിധാനങ്ങൾ വഴി പൊതുജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങളിൽ ഇത്തരത്തിൽ അനാവശ്യമായ തുക ഈടാക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ടാണ് പരാതി നൽകിയത്. ഓൺലൈൻ ആപ്പുകൾ വഴി ബുക്ക് ചെയ്യുമ്പോൾ പട്ടികയിൽ ഇല്ലാത്ത ആശുപത്രികളുടെ പേരിൽ പോലും 5 രൂപ വീതം ഈടാക്കുന്നതായാണ് ആരോപണം. തുക ചെറുതാണെങ്കിലും ആയിരക്കണക്കിന് ആളുകൾ എത്തുമ്പോൾ വലിയൊരു തുകയാണ് ഇത്തരത്തിൽ ജനങ്ങളിൽ നിന്നും കൊള്ളയടിക്കപ്പെടുന്നത്. ഈ വിഷയം ചോദ്യം ചെയ്യുന്ന സാധാരണക്കാരെ അധികൃതർ മോശമായി നേരിടുന്നതായും ഇവർ ആരോപിക്കുന്നു. വിഷയത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ഉയർന്ന വേദികളിലേക്ക് പരാതി നൽകി ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് സംഘടനയുടെ തീരുമാനം. സാധാരണക്കാരായ രോഗികൾക്ക് അർഹമായ നീതി ഉറപ്പാക്കാൻ ഏത് തലത്തിലും പോരാടുമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ വ്യക്തമാക്കി. നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒറ്റപ്പാലം താലൂക്ക് ഹോസ്പിറ്റലിൽ ഉണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് നിങ്ങളോട് പറയാൻ വേണ്ടിയാണ്. 16-ാം തീയതി ഫാമിലിയുമായിട്ട് ഡെന്റൽ ഡോക്ടറെ കാണുന്നതിന് വേണ്ടി ഒറ്റപ്പാലത്ത് ചെന്നു. അതിന് മുന്നോടിയായിട്ട് സർക്കാർ അനുമതി ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഹെൽത്ത് പോർട്ടൽ വഴി ഞങ്ങൾ OP ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും അതുവഴി നമുക്ക് ടോക്കൺ ടിക്കറ്റ് ലഭിക്കുകയും സർക്കാർ പറഞ്ഞിരിക്കുന്ന 5 രൂപ ഫീ അടച്ചുകൊണ്ടാണ് ഞങ്ങൾ അത് എടുത്തത്. പക്ഷെ അവിടെ ചെന്ന് കയറിയപ്പോൾ അവർ പറയുന്നത് ഈ ഹെൽത്ത് പോർട്ടൽ എന്ന് പറയുന്ന സംവിധാനം ഒറ്റപ്പാലത്ത് ഹോസ്പിറ്റലിൽ ഇല്ല, അത് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ 5 രൂപ ഫീ നമ്മൾ അടച്ചു എന്നുള്ളത് വാസ്തവമാണ്. എന്നിട്ടും നമ്മളവിടെ ഓഫീസുമായി ബന്ധപ്പെട്ടു. അവർ പറയുന്നു ഇവിടെ ഉണ്ട്, പക്ഷെ പൂർണ്ണമായി സജ്ജീകരിക്കപ്പെട്ടിട്ടില്ല. എങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ സൗകര്യം ലഭിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ ക്യൂ നിൽക്കണമെന്നാണ് നമ്മളോട് അവർ ആവശ്യപ്പെട്ടത്. പക്ഷെ ക്യൂ നിൽക്കാതെ അതിനുവേണ്ടിയാണല്ലോ നമ്മൾ ഓൺലൈൻ വഴി ചെയ്യുന്നത്. എങ്കിലും ഒരു മനുഷ്യാവകാശ പ്രവർത്തനം എന്ന നിലയിൽ അവിടെ അനേക ആൾക്കാർ നിൽക്കുന്നതുകൊണ്ട് ഞാൻ ക്യൂ നിന്നിട്ട് എടുക്കാമെന്ന് ഞാൻ വാക്ക് പറഞ്ഞു. പക്ഷേ ഒരു കാര്യം മാത്രമേ ഞാൻ ആവശ്യപ്പെട്ടു, എനിക്ക് തന്നിരിക്കുന്ന ടോക്കൺ നമ്പർ അവർ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ക്യൂ നിന്ന് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവർ ആ ഓഫീസുകാർ നമ്മളോട് സഹകരിക്കാനോ നമ്മളൊന്ന് കേൾക്കാനോ പോലും താല്പര്യമില്ല. നിങ്ങൾ പുതിയത് എടുക്കണം എന്ന നിലയിൽ ഞങ്ങളോട് പറയുകയും ആ സമയത്ത് ഒരു ബഹളം ഉണ്ടാക്കേണ്ട, ഒരു പ്രശ്നത്തിലേക്ക് പോകാതിരിക്കേണ്ടതിന് ഞങ്ങൾ അവരോട് സഹകരിച്ചുകൊണ്ട് പുതിയ ഒരു പോർട്ടലിൽ ഞങ്ങൾ പുതിയൊരു OP ടിക്കറ്റ് എടുക്കുകയും അവിടെ അവർ വീണ്ടും 5 രൂപ വെച്ച് ഞങ്ങളിൽ നിന്ന് മേടിക്കുകയും ചെയ്തു. 5 രൂപയുടെ പ്രശ്നമല്ല, പക്ഷേ സർക്കാർ ഒരുക്കിയിരിക്കുന്ന ഈ ഹെൽത്ത് പോർട്ടൽ എന്ന് പറയുന്ന സൗകര്യങ്ങളെ, നമുക്കുള്ള അവകാശങ്ങളെ അവിടെ ലംഘിക്കപ്പെടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. വീണ്ടും അവിടെ ചെന്ന് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവിടുത്തെ PR-ഓടെ ബന്ധപ്പെട്ടു. അത് കഴിഞ്ഞ നേഴ്സിംഗ് സൂപ്രണ്ടിനാണ് ചുമതല എന്ന് പറഞ്ഞു. അവരുമായിട്ടൊക്കെ ഞങ്ങൾ സംസാരിച്ചപ്പോഴും അവർ പറയുന്നത് ഈ സംവിധാനം ഇവിടെ പൂർണ്ണമല്ല എന്നുള്ള. നമ്മുടെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഈ ഹെൽത്ത് പോർട്ടൽ പൂർണ്ണമല്ല എങ്കിൽ എന്തിനാണ് സർക്കാർ നമ്മുടെ കയ്യിൽ നിന്ന് 5 രൂപ മേടിക്കുന്നത്? അത് ബ്ലോക്ക് ചെയ്ത് വെച്ചുകൂടെ? അത് ലഭിക്കപ്പെടുന്നു എന്നതുകൊണ്ടാണല്ലോ നമ്മളൊരു 10 മണിക്ക് ഡോക്ടറെ കാണാൻ ചെല്ലുന്നത്. വീണ്ടും ഒരു നീണ്ട ക്യൂ നമ്മൾ നിൽക്കേണ്ടി വരികയാണ്. അതുകൊണ്ട് സർക്കാർ ഒരുക്കുന്ന ഈ സംവിധാനം, സർക്കാർ നമുക്ക് തരുന്ന ഈ പോർട്ടൽ സംവിധാനം അതില്ലാതാക്കുന്നത് അത് സർക്കാർ അറിഞ്ഞുകൊണ്ടാണോ അതോ ആ ഹോസ്പിറ്റൽ അധികൃതരുടെ പിടിപ്പുകേടാണോ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്.